ഗായ്സ്, അപ്പോൾ നമ്മുടെ യാത്രയുടെ 23ാമത്തെ ദിവസമായിരുന്നു. ഞാൻ രാവിലെ എടപ്പാള് ചരത്തിലൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഗുരുവായൂരാണ്. മലപ്പുറം ജില്ല നമ്മളിപ്പോൾ കഴിയാൻ പോവാണ്. അപ്പോൾ പാലക്കാട് ചാലിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം ടച്ച് ചെയ്തിട്ട് അവിടുന്ന് നേരെ ഗുരുവായൂർക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടുന്ന് കറക്റ്റ് പ്രോപ്പർ ഗുരുവായൂർക്ക് 24 കിലോമീറ്റർ ഉള്ളൂ. അപ്പം പാലക്കാടുള്ള ചാലിശ്ശേരി കയറി അവിടുന്ന് ടച്ച് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഒരു 31 കിലോമീറ്റർ 32 കിലോമീറ്റർ സംതിങ് ആവും. അപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഗുരുവായൂർ. അങ്ങനെ ഞാൻ എടപ്പാളിൽ നിന്ന് നടന്നത് കളച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നല്ല മഴയാണ്, രാവിലെ തുടങ്ങിയ മഴയാണ്, ഒരു രക്ഷയില്ല. ഇതിന്ന് തീരുവെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഫുള്ള് മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു ക്ലൈമറ്റാണ്. നമ്മൾ പിന്നെ അതിനൊന്നും വക വയ്ക്കേണ്ട, റെയിൻകോട്ട് ഇട്ടുണ്ടെങ്കിൽ നടക്കും. നമ്മളങ്ങനെ ചങ്ങരംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് കൂടിയാണ് പോകേണ്ടത്. ഈ സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ഡാപ്സി ബ്രോയുടെ വീട്. അപ്പോൾ പുള്ളിയുടെ വീട് എനിക്ക് അറിയത്തില്ല. അപ്പോൾ വന്ന വഴിക്ക് ഇങ്ങനെ മഴ കാരണം ആരെയും കാണുന്നില്ല. അപ്പം ഞാനൊരു കടയിൽ കയറി ചോദിച്ചപ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാണെങ്കിൽ ഒട്ടും അറിയത്തില്ല. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വേറൊരു ഫർണിച്ചറായിട്ട് ചോദിച്ചപ്പോഴത്തേക്കും ആ പുള്ളി പറഞ്ഞു ആൾ ഇവിടെ ഇല്ല, പുറത്താന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് കറക്റ്റ് ആളുടെ കസിൻ്റെ അടുത്തായിരുന്നേ. എന്നിട്ട് പിന്നെ കുഴപ്പമില്ല ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആൾ എൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഡാപ്സി ബ്രോയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ റിപ്ലൈ ഉണ്ട് പറയാമെന്നൊക്കെ എന്നോട് പറഞ്ഞു. പിന്നെ കുറച്ച് സംസാരിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പതുക്കെ ഇറങ്ങി, കാരണം നമുക്കിനി ഇവിടുന്ന് ഗുരുവായൂർ എത്തണം. അത്യാവശ്യം നല്ല കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കുറേ നേരം ലാഗായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പോകും. അതുകൊണ്ട് പതുക്കെ ഇറങ്ങി ചെറിയൊരു പണിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരി കയറാനായിരുന്നു മാപ്പിട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ അതിനിടയ്ക്ക് ഭയങ്കര മഴ കാരണം ഫോൺ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു, മാപ്പ് നോക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങ് നടന്ന് പോയി മാപ്പ് വഴി തെറ്റിയിട്ട് നമുക്ക് വീണ്ടും ഒരു എക്സ്ട്രാ 6 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലേ പോകണം, നമ്മളിപ്പോൾ ഇതിലേ കറങ്ങി തിരിഞ്ഞാണ് പോണത്. മഴയൊക്കെ കുറഞ്ഞ് ക്ലൈമറ്റൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും പെയ്യും. അപ്പോൾ നമ്മൾ കടവല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമുക്ക് ഇവിടുന്ന് ചാലിശ്ശേരി പോകണമെങ്കിൽ ഇങ്ങനെ ലെഫ്റ്റ് എടുത്ത് പോകണേ. നമ്മൾ ഈ റൂട്ട് പിടിച്ച് പോവാണ്. അങ്ങനെ നമ്മൾ അവിടെ നടന്ന് പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ ചാലിശ്ശേരി പ്രോപ്പർ സ്ഥലത്തിന് ഒരു അറക്കൽ എന്നാണ്, അറക്കൽ ചാലിശ്ശേരി. നമ്മളങ്ങനെ അവിടുന്ന് ചാലിശ്ശേരി ടൗണിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കടയിൽ കണ്ടാണ് കൊള്ളി ഫുള്ള് കൊള്ളി കൊണ്ടുള്ള ഐറ്റമാണ്. കൊള്ളി ബോട്ടി, കൊള്ളി ബീഫ്, കൊള്ളി മുട്ട, കൊള്ളി മുദ്ര, കൊള്ളി മുട്ട അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. വന്ന വഴിക്കും കണ്ടാറുണ്ട് കാര്യം ഈ കൊള്ളി എന്താണെന്ന് അറിയാത്തവർക്ക് പറഞ്ഞുതരാം. അത് നമ്മുടെ സ്വന്തം കപ്പയാണ്. അപ്പോൾ അത് വെച്ചുള്ള ഐറ്റംസാണ് കൂടുതലും. പിന്നെ ഇതുപോലെ പുട്ട് കൊണ്ടുള്ള കോമ്പോയും. നമ്മൾ ഏകദേശം കുന്നംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താറായിട്ടുണ്ട്. നമ്മുടെ റോഡ് മൊത്തം നശിച്ച് പണ്ടാറടങ്ങി കിടക്കുകയാണ്. വളരെ രീതിയിൽ പറയാനുണ്ട്. അങ്ങനെ നമ്മൾ കുന്നംകുളം എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ കാര്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്. അവളെന്നോട് പറഞ്ഞായിരുന്നു ഈ വഴിക്ക് സ്റ്റോറി കണ്ടപ്പോൾ അവളോട് പറഞ്ഞായിരുന്നു അവളുടെ വീട് ഇവിടെ വേണമെങ്കിൽ സ്റ്റേ ചെയ്തോ, സീനൊന്നുമില്ല എന്നുള്ളത് പറഞ്ഞായിരുന്നു. പക്ഷേ നമുക്ക് എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇന്ന് പോയിട്ട് എന്തായാലും അവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വൈകും. എന്നിട്ട് നാളെ രാവിലെ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ കയറാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റേ ചെയ്യാൻ നിൽക്കുന്നില്ല, നേരെ അമ്പലത്തിലേക്ക് തന്നെ പോവാണ്. വരുന്ന വഴിക്ക് മഴ കാരണവും സ്റ്റോറേജിൻ്റെ പ്രശ്നം കാരണം നമുക്ക് കുറേ ഫൂട്ടേജ് മിസ്സായിട്ടുണ്ട്. ഇപ്പോഴേ മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറേ സ്റ്റോറേജ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കാൻ നേരത്താണ് ദേ റൈറ്റ് സൈഡിൽ കല്ലുകൊണ്ടുള്ള കുറേ വിളക്കുകളും ശില്പങ്ങളും കുറേ ഐറ്റംസൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഗുരുവായൂർ എത്താറായിട്ടുണ്ട്. ഇനി ഒരു 4 കിലോമീറ്ററോടെ ഉള്ളൂ. ഇത് ചാട്ടുകുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഒരു വലിയ കുളമൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല തെളിഞ്ഞ വെള്ളമാണ് ഫുള്ള്. അപ്പുറത്തെ സൈഡിൽ കൂടെ ആണെങ്കിൽ നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും കാര്യം പറഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ നമുക്കിനി ടൈമില്ലല്ലോ. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ തന്നെ കുറച്ച് ടൈം പിടിക്കും. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഓപ്പോസിറ്റിൽ വണ്ടി നല്ല രീതിയിൽ ചേർന്നാണ് തന്നെ. അപ്പോൾ അവർക്കൊന്നും അത് കാണാൻ പറ്റില്ല, ഇരുട്ടല്ലേ. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്കും അടുത്തെത്തുമ്പോഴായിരിക്കും അവർ വെട്ടിക്കണേ. അപ്പോൾ കെയർഫുള്ളായിട്ട് നടന്നില്ലെങ്കിൽ പണി കിട്ടും. ദൈവം സഹായിച്ച് ഇവിടെ ആർക്കോ വേണ്ടി തെളിഞ്ഞൊരു ബൾബുണ്ട്. അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിതേ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ അപ്പുറേ ഗുരുവായൂരാണ് അമ്പലം.
അപ്പോൾ നമ്മളങ്ങനെ ഗുരുവായൂർ എത്തിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി റെഡിയായി നമ്മുടെ ലഗേജൊക്കെ ക്ലോക്ക് റൂമിൽ കൊടുക്കണം. അപ്പം ഞാൻ വന്നെന്ന് പറഞ്ഞാൽ എന്നെ കാണാനായിട്ട് സാറേ അവളുടെ പപ്പയും കൂടെ വന്നിട്ടുണ്ട്. എന്നെ കണ്ടപ്പോൾ തൊട്ട് പിന്നെ എൻ്റെ ലഗേജ് മൊത്തം ചുമന്ന പുള്ളിക്കാരത്തിയാണ്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. അപ്പം നമ്മളിനി നെക്സ്റ്റ് നിർമ്മാല്യം തൊഴാൻ പോവാണ്. നാളെ മിഥുനം 1 അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാത്രി തൊട്ടേ ക്യൂ നിൽക്കണം. കുറേ മണിക്കൂർ ക്യൂ നിന്നാൽ മാത്രമാണ് നമുക്ക് കയറി നിർമ്മാല്യം തൊഴാൻ പറ്റുള്ളൂ. അപ്പം നമ്മളങ്ങനെ വെളുപ്പിനുള്ള നിർമ്മാല്യം തൊഴാൻ വേണ്ടി രാത്രി തൊട്ടേ ക്യൂ നിൽക്കാൻ പോവാണേ. ക്ലോക്ക് റൂമിൽ നമ്മുടെ ലഗേജും സാധനങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി തിരിച്ച് വന്നിട്ട് വേണം അതൊക്കെ എടുക്കാൻ. അപ്പോൾ ഓക്കെ, നമുക്ക് തൊഴുതിട്ട് വരാം ഇനി.